ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. ഇറ്റ്സ് വിഡി ഫോർ എനിങ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ കിഡിലം ബോട്ടുകളാണ്. ഓക്കെ, മൈനിങ് പ്രൊജക്റ്റുകളാണ്. സോ ഗൈസ്, നിങ്ങൾ പലർക്കും വിശ്വാസം വരത്തില്ല, ഞാനും അങ്ങനെ ആയിരുന്നു. എൻ്റെ കഥ എല്ലാം പറഞ്ഞുതരാം. പലർക്കും ടാപ്പ് ചെയ്തുകൊണ്ട് ഏണിങ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വാസം വരത്തില്ല. എന്തുകൊണ്ട് അവർ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏണിങ്സ് തരുന്നു, എങ്ങനെ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നു, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് ഗൈസ്, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം ഇതിൽ ചെറിയ ഇത് ക്രിപ്റ്റോ ലൂട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രോഫിറ്റ് അല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. 10,000 ഉണ്ടാക്കാൻ പറ്റുന്ന ലൂട്ടാണ്. ഓക്കെ, സോ ആരും മിസ് ചെയ്ത് കളയേണ്ട. ടെലഗ്രാം വരെ വെരിഫൈ ചെയ്ത കിടിലം ബോട്ടുകളാണ്. സോ കിടിലം പ്രൊജക്റ്റാണ് നമ്മളിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ ഒരു പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞുതരാം. സോ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. സോ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ഇതുപോലത്തെ ലൂട്ട് ഓഫേഴ്സ് എല്ലാം കിട്ടാനായിട്ട്. സോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. സോ ഉദാഹരണത്തിനായി നിങ്ങൾക്ക് നോട്ട് കോയിൻ എന്ന കോയിൻ അറിയായിരിക്കും. ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് മൈനിങ്ങിന് വന്ന ഒരു കോയിനാണ് ഈ നോട്ട് കോയിൻ. സോ ഈ ഒരു നോട്ട് കോയിൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആരും വിശ്വസിച്ചില്ല. കാരണം ടാപ്പ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ആർക്കും അങ്ങനെ ഏണിങ്സ് കിട്ടില്ല എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, പക്ഷേ നോട്ട് കോയിൻ എല്ലാവർക്കും തിരിച്ചടി നൽകി. നോട്ട് കോയിൻ എന്ത് ചെയ്തു, ലിസ്റ്റായി. വർക്ക് ചെയ്തവർക്കെല്ലാം മിനിമം 10,000 ലക്ഷങ്ങളടക്കം പ്രോഫിറ്റ് വന്നു. സോ ഇന്ത്യക്കാർക്ക് തന്നെ ഓൾമോസ്റ്റ് ലാക്ക് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നമ്മളെ പുറത്തുള്ള ക്രിപ്റ്റോ ലൂട്ടേഴ്സ്, ഇന്ത്യയുടെ പുറത്തുള്ള ക്രിപ്റ്റോ ലൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലം പോലത്തെ ഒരു പ്രോഫിറ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കോടിക്കണക്കിന് പ്രോഫിറ്റ് അവന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അത് വെറും നോട്ട് കോയിൻ വെച്ചുകൊണ്ട് തന്നെ. കാരണം ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ മാർക്കറ്റിലോട്ട് ഒരു കോയിൻ നിങ്ങൾ ഇറക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ പേരിലല്ലേ, ഇപ്പോൾ എൻ്റെ പേര് അഫ്നാസ് എന്നാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അഫ്നാസ് എന്നുള്ള നെയിമിൽ എന്ത് ചെയ്യുന്നു, ഒരു കോയിനായിട്ട് ഇറക്കി. ഓക്കെ, സോ ആ ഒരു കോയിൻ്റെ നെയിമാണ് അഫ്നാസ്. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. സോ ആ ഒരു കോയിൻ മാർക്കറ്റിലോട്ട് ഞാൻ ഇറക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താ, ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല, ആരും യൂസ് ആകില്ല, ആരും ട്രേഡ് ചെയ്യില്ല, വാങ്ങുകയും ചെയ്യില്ല, വിൽക്കുകയും ചെയ്യില്ല. അങ്ങനത്തെ ഒരു വെറുതെ ഇറക്കിയൊരു ശൂന്യമായ കോയിനായിട്ട് മാറും. സോ അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഒരു 10,000 കോയിനാണ് മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്. ജസ്റ്റ് ഉദാഹരണം 10,000 നല്ല ആൾക്കാർ ഇറക്കാൻ നല്ല രീതിക്ക് ഇറക്കും. സോ 10,000 കോയിൻ ഇറക്കാൻ വിചാരിച്ചു. സോ ഇതിൻ്റെ ഹാഫ് ഞാൻ എന്ത് ചെയ്യുന്നു, 5,000 ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. സോ അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ 10,000 ഇറക്കുന്നതിന് പകരം 5,000 എന്ത് ചെയ്യുന്നു, ഇറക്കുന്നതിൻ്റെ മുന്നേ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, സോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളെല്ലാവരും നോട്ട് കോയിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്, സംഭവം നോട്ട് കോയിനെ പറ്റി എല്ലാവരും അറിഞ്ഞത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ടാപ്പ് ചെയ്ത് ഏണിങ്സ് കിട്ടുന്നു, അതുകൊണ്ടാണ് അറിഞ്ഞത്. സോ ഇതൊന്നും ചെയ്യാതെ അവർ ഡയറക്റ്റായിട്ട് നോട്ട് കോയിൻ കൊണ്ടുപോയി ലോഞ്ച് ചെയ്താൽ ആരും അത് വാങ്ങത്തുമില്ല, അതിനെപ്പറ്റി അറിയത്ത് പോലും ഇല്ലായിരുന്നു. സോ നോട്ട് കോയിൻ ഇപ്പം ഓൾമോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ക്രിപ്റ്റോ കറൻസി മാറാൻ കാരണം, ക്രിപ്റ്റോ കറൻസി മീൻസ് ഒരു ഇതായി മാറാൻ കാരണം എന്താണ്, ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ടാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ക്രിപ്റ്റോയിലൂടെ തന്നെ ഏകദേശം മില്യൺസ് ഓഫ് ആൾക്കാർ ഇപ്പോൾ നോട്ട് കോയിൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. അതായത് അത്രയും അവർക്ക് ലോഞ്ച് ചെയ്തോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊജക്റ്റ് ഇറക്കുന്നതുകൊണ്ടാണ് അവന്മാർക്ക് പബ്ലിസിറ്റി കിട്ടുന്നത്. ഓക്കെ, ആൾക്കാരെ കിട്ടുന്നത്, അല്ലെങ്കിൽ ആൾക്കാരത് നോട്ട് കോയിനെ പറ്റി അറിയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോയിനെ പറ്റി അറിയുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നത്. സോ അത് അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീ ആയിട്ട് ഡയറക്റ്റ് ആർക്കും കൊടുക്കുന്നതിനേക്കാളും നല്ലത് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണ്. അതാകുമ്പം അതിൻ്റെ എഫേർട്ടും മനസ്സിലാവും, ആക്റ്റീവ് യൂസേഴ്സിന് അവർക്ക് കൊടുക്കാനും പറ്റും. അങ്ങനെയാണ് നമുക്ക് ഈ ടാപ്പ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, അവരൊരു കോയിന് മാർക്കറ്റിലോട്ട് ഇറക്കാൻ വിചാരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കുറച്ച് ശതമാനം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ടോട്ടൽ ഈ വേൾഡിലുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ വെറുതെ അങ്ങ് കൈ കൊടുക്കാതെ വർക്ക് ചെയ്തവർക്ക് മാത്രം ഫിൽട്ടർ ചെയ്ത് കൊടുക്കുന്നു. എത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഈ വർക്ക് വെറുതെ കൊടുക്കുന്നതിനെക്കാട്ടും ബെറ്ററാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. ആ ഒരു കോയിന് വേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്യും. ടൈം സ്പെൻഡ് ചെയ്തായതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ഒരു എന്താ പറയുക, അവരുടെ മനസ്സിൽ എപ്പോഴും ആ കോയിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കോയിന് ഓർമ്മ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ട്രേഡിങ്ങിന് വേണ്ടി അവരത് യൂസ് ചെയ്യും. ട്രേഡിങ് മീൻസ് ബൈ ചെയ്ത് സെല്ല് ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ മറ്റുള്ള പ്രോഫിറ്റ് എടുക്കാനല്ല ഈ കോയിൻ അവർ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ ടാപ്പ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, സോ എങ്ങനെ ഈ ഒരു ടാപ്പ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഓട്ടോ ക്ലിക്കർ വെച്ച്, അതായത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓട്ടോ ക്ലിക്കർ വെച്ച് നിങ്ങൾ ടാപ്പ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ വെറുതെ അങ്ങ് ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യരുത്. ഞാൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞുതരാം. നമ്മൾ ഓട്ടോ ക്ലിക്കറാണ്, അല്ലെങ്കിൽ ഒരു ചീറ്റിങ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവരുത്. സോ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ വീഡിയോ കാണുന്നതിന് ഇതുപോലത്തെ ലൂട്ട് ഓഫീസിന് വേണ്ടി നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക.
സോ ഗൈസ് ടെലഗ്രാം ചാനൽ ലിങ്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നമ്മുടെ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള ക്രിപ്റ്റോ പ്രൊജക്റ്റുകളെല്ലാം ഫസ്റ്റ് നമ്മൾ ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലായിടത്ത് വീഡിയോ ഇടുന്നതിന് പകരം ട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഈ ഒരു ക്രിപ്റ്റോ മൈനിങ്, ഞാനിപ്പോൾ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എന്താ പറയുക ഈ ടാപ്പ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുക, ഗെയിമുകൾക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്ന ക്രിപ്റ്റോ കറൻസി ലോട്ടുകൾ, UPIയിലോട്ട് വിട്ടടിക്കാൻ പറ്റുന്ന ലൂട്ടുകൾ, മോഡൈപ്പിക്കുക, ഗ്ലിച്ച് സ്ക്രിപ്റ്റ് എല്ലാം നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. സോ സിംപ്ലി ഡിസ്ക്രിപ്ഷനിലോട്ട് പോവുക, എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പിന്നെ ഗൈസ് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇതിലോട്ട് ബിഗിനർ ആണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, സോ എത്ര ലെങ്ത് ഉണ്ടെങ്കിലും ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് യൂസേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഞാൻ പറഞ്ഞുതരാം ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാപ്ടോപ്പ് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കിടന്നുറങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കോയിൻസ് കളക്ട് ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട് പറ്റും. സോ ഗൈസ് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കേ ക്ലിക്ക് ചെയ്ത് നമ്മളെ മൈനിങ് ബോട്ടിലോട്ട് പോകും. സോ ഗൈസ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന എക്സിലട്ടോ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഒരു മൈനിങ് പ്രൊജക്റ്റാണ്. ഓക്കെ, എക്സ് കൂട്ടണമല്ല, ഹാംസ്റ്റർ കോമ്പാറ്റ്. ഓക്കെ, സോ ഈ ഒരു മൈനിങ് പ്രൊജക്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇത് ഓപ്പൺ ചെയ്യുന്നു. ഞാനിതെല്ലാം വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ ചൂസ് ചെയ്യാൻ കാരണം ഇതിനെക്കാട്ടും നല്ല മൈനിങ് പ്രോജക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു മെയ് മാസം ലിസ്റ്റ് ആകാൻ പോകുന്ന ആ ഒരു ടെലഗ്രാം ബോട്ടുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ടൈമില്ല, മെയ് കഴിയാനായി, ഇനി 29 സോ ഗൈസ് ഇനി നമുക്ക് ആ ഒരു ട്രെൻഡിങ് പ്രൊജക്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് മെയിലല്ല ലിസ്റ്റ് ആവുക, ഇതിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം എടുക്കുന്നുണ്ട് തന്നെ വർക്ക് ചെയ്യാതിരിക്കല്ലേ വേണ്ടത്, വർക്ക് ചെയ്യാണ് വേണ്ടത്. കാരണം നമുക്ക് അത്രത്തോളം കോയിൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും വർക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. സോ ഗൈസ് കണ്ടോ, ഓട്ടോമാറ്റിക്കായി കോയിൻ കൂടുന്നുണ്ട്. ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്. സോ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ടെലഗ്രാം ബോട്ടിലോട്ട് പോകും, അവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് വരും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജോയിൻ ബോണസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ താഴെ ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. നമ്മുടെ എക്സ്ചേഞ്ച്, മൈന്, ഫ്രണ്ട്സ്, ഏണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ് ഞാൻ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എത്ര ലെങ്ത് ഉണ്ടെങ്കിലും വീഡിയോ അവസാനം വരികയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഡെയിലി റിവാർഡിനെ പറ്റി നോക്കാം. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് അവർ ക്യാഷ് തരുന്നതെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നോട്ട് കോയിൻ എല്ലാം ഫേക്കാന്ന് വിചാരിച്ചവരെല്ലാവരും ഇപ്പം അട്ടത്തൊക്കെ നോക്കിയാണ്, കാരണം അത്രയും നല്ല പ്രോഫിറ്റ് അവരുണ്ടാക്കിയിട്ടുണ്ട്. സോ ഗൈസ് ഇതേ കണ്ടോ, ഇത് ഡെയിലി ചെക്കിനാണ്. സോ നിങ്ങൾ ഡെയിലി ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇവർ പറഞ്ഞ കോയിൻസ്, ഓക്കെ, ഈ ഒരു കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗൈസ് ഇതിൽ മില്യൺസ് ഓഫ് കോയിൻസ് ഞാനിപ്പോൾ ഏൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിചാരിക്കും ഇതിൽ കോയിൻ ഏൺ ചെയ്യാൻ ഭയങ്കര പാടാന്ന്. നോ ഗൈസ്, നിങ്ങൾക്ക് ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ ഡെയിലി മില്യൺസ് ഓഫ് കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഓട്ടോ ക്ലിക്കർ വെച്ചുകൊണ്ട് തന്നെ. സോ നിങ്ങൾ ടെലഗ്രാം ചാനൽ, അവരുടെ ടെലഗ്രാം ജോയിൻ ചെയ്താൽ 500 പോയിൻറ്റ്സ്, യൂട്യൂബ് ചാനലിൽ പോയാൽ 50,000 പോയിൻറ്റ്സ്, എക്സ് അക്കൗണ്ട് ഫോളോ ചെയ്താൽ, ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്താൽ 5000 പോയിൻറ്റ്സ്, പിന്നെ നമ്മുടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്താൽ 5000 പോയിൻറ്റ്സ്, പിന്നെ 3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ 25,000 പോയിൻറ്റ്സ്. ഇതെല്ലാം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് നേരെ മൈന് എന്ന സെക്ഷൻ, എക്സ്ചേഞ്ച് എന്ന സെക്ഷൻ കാണുന്നുണ്ട് താഴെയായിട്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇതാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ നമ്മൾ കണ്ടു, ഞാനിപ്പോൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒരു ആനിമേഷൻ വരുന്നത്. അതിനനുസരിച്ച് എൻ്റെ കോയിൻസ് ഇവിടെ കൂടുന്നതും കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. എന്താ കണ്ടോ, കോയിൻസ് കൂടും, നമ്മൾ എന്ത് ചെയ്യും, അത് കൺവേർട്ട് ചെയ്യും. പിന്നെ ഈ ഇതിൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും, ഇതിൽ ഡോളറല്ലേ കിട്ടുക, നമ്മളെ ഇന്ത്യൻ റുപ്പീസ് കിട്ടത്തില്ലല്ലോ എന്ന്. അവർക്കായിട്ട് ഞാൻ പറയാം, ഡോളർ ഒരിക്കലും ഇന്ത്യൻ റുപ്പീസ് ആക്കാൻ പറ്റില്ല ഒന്നൊന്നുമില്ല. നിങ്ങൾ ഡോളർ ഏൺ ചെയ്താലും അതേത് കറൻസിയിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏണിങ്സ് സ്റ്റാർട്ട് ആവും. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴെയായിട്ട് ലിമിറ്റ് കാണുന്നുണ്ടാവും. ഇങ്ങനെ 4000 കോയിൻസാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഏൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഗൈസ് അതിങ്ങനെ ലിമിറ്റൊന്നുമില്ല. 4000 ഏൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഏൺ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റൊന്നുമില്ല. കാരണം ഇവിടെ ഫില്ലാന്ന് കാണാൻ പറ്റും. സോ ഞാൻ കണ്ടോ ഇവിടെ ഇങ്ങനെ ഫില്ലായിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുത്താൽ വീണ്ടും 4000 ഉണ്ടാക്കാം. 4000 ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത 4000 ഓട്ടോമാറ്റിക്കായിട്ട് ആവും. പിന്നെ ഗൈസ് നിങ്ങൾ ചെയ്യേണ്ടത്, ജോയിൻ ബോണസ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണുന്നുണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോയിൻസ് ആയിരിക്കും ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുക. എന്നാൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സംഭവം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോയിൻ ഇപ്പോൾ എനിക്ക് 8 കോയിൻസ് അല്ലേ ഞെക്കി കൊണ്ടുവന്നപ്പോൾ കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്ലിക്കുമ്പോൾ ഓരോ കോയിൻ വെച്ച് കൂടും. എനിക്ക് ആദ്യം ഒരു കോയിന്മേൽ 8 ക്ലിക്ക് ആയിരുന്നു, ഇപ്പോൾ ദേ കണ്ടോ 9 ക്ലിക്ക്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വേഗം അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എനർജി ലിമിറ്റും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക.
എനർജി ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഓഫ്ലൈൻ പോയി നേടിയോ, ഓഫ്ലൈൻ പോയാൽ 4000 കോയിൻസ് ആയിരിക്കും എനർജി ലിമിറ്റ് ആയിരിക്കും. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ 4500 ആവും, അവിടുന്ന് അപ്ഡേറ്റ് ചെയ്താൽ 5000 ആവും. അതായത് നമ്മൾ ഓഫ്ലൈൻ പോയാൽ നമുക്ക് ഇപ്പം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ 1000 ആണെന്ന് എഴുതിക്കും. നിങ്ങളിപ്പോൾ 1000 കോയിൻസ് കളക്ട് ചെയ്ത് ഓഫ്ലൈൻ പോയി, അപ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കലി റീഫിൽ ആകുമ്പോൾ 1000 മാത്രമേ റീഫിൽ ആകത്തുള്ളൂ. എന്നാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ 1500, 2000, 4000 അങ്ങനെ റീഫിൽ ആയിക്കൊണ്ടേയിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ തവണ ഓഫ്ലൈനായി വരുമ്പോഴും നിങ്ങൾക്ക് വീണ്ടും കോയിൻ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങൾക്ക് സിംഗിൾ ടാപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വിരളമൊക്കെ ഒന്ന് കൂട്ടി ചേർത്ത് പിടിക്കുക. അതായത് ഓരോ വിരലിനെ തുഞ്ചം പിടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ താമരപ്പെട്ട് എന്നൊക്കെ കാണിക്കുന്നില്ല, അതേപോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ടാപ്പ് ചെയ്യാണ്ട് 5 വിരലും അതിമേ തട്ടിക്കുന്ന രീതിക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോയിൻസ് ആഡെന്ന് കാണാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ ഇത് സിമ്പിളാണ്, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഇത് സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ബോട്ടിലും കാണാത്ത ഒരു ഓപ്ഷൻ വേറെ ഒന്നുമില്ലുണ്ട്, പ്രോഫിറ്റ് പെർ ഹവർ. ഓരോ ഹവറിലും നമുക്ക് മൈൻ ചെയ്ത് കോയിൻ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന സെക്ഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൈൻ എന്ന് പറഞ്ഞ സെക്ഷൻ കാണുന്നതിന് താഴെയായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻസ് വെച്ച് ഓരോന്ന് ഇവിടെ ബൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ ബൈ ചെയ്തിട്ട് അവർ പറയുന്നുണ്ടാവും, നിങ്ങൾ ബൈ ചെയ്തിട്ടാൽ 1 മണിക്കൂറിലത്തെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ 3K കോയിൻസ് അല്ല വേണ്ട, നമ്മൾ 4K ഉദാഹരണത്തിന് 4K എടുക്കാം. ഇതൊരു ഏകദേശം 4K നിങ്ങൾ കൺവേർട്ട് ചെയ്യാം. സോ 4K കോയിൻസ് ഞാനിവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഹവറിൽ 600 കോയിൻസ് കിട്ടും. ഓരോ ഹവറിൽ 600 കോയിൻസ്, അത് 10 മണിക്കൂറാണ് എനിക്ക് 6000 കോയിൻസ് കിട്ടും. ഞാനിപ്പോൾ 4000 കോയിൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ 10 മണിക്കൂറിന് എനിക്ക് എന്ത് കിട്ടും, 6000 കോയിൻസ് കിട്ടും. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് എത്ര കിട്ടും നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. ഇത് ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് ഓരോ മണിക്കൂറിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ 7K കോയിൻസ് ആണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു 3K കോയിൻസ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് ഓരോ മണിക്കൂറിൽ 8K കോയിൻസ് കിട്ടും. ഇപ്പോൾ രാത്രി 2 മണിയാണ്. ഞാനിപ്പോൾ മോർണിംഗ് ആയിട്ട് എണീച്ച് നോക്കുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം എന്തായാലും ഉണ്ടാവും 80K കോയിൻസ് ആയിട്ടുണ്ടാവും. കാരണം ഓരോ മണിക്കൂറിലും 8K വെച്ച് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്തിടുക, ഓരോന്നിലും ഇൻവെസ്റ്റ് ചെയ്തിടുക. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനല്ല, നിങ്ങളെ സിമ്പിൾ ചെറിയ കോയിൻസ് 300-400 കോയിൻസ് നിങ്ങൾക്ക് ഈ ഏണിംഗ് സെക്ഷനിൽ തന്നെ ലാക്ക് ഓഫ് കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. സോ സിമ്പിൾ കോയിൻസ് നിങ്ങൾ ഇതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിടുക. സോ മാക്സിമം നിങ്ങൾ പ്രോഫിറ്റേ കിട്ടത്തുള്ളൂ. കാരണം 10 മണിക്കൂറാണ് നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഗൈസ് കണ്ടോ, ഇപ്പം എൻ്റെ വാല്യൂ ഏകദേശം 1 മില്യൺ കോയിൻസ് ഉണ്ട്. ഞാനിത് ജസ്റ്റ് തുടങ്ങിയെന്നായിരുന്നു. ജസ്റ്റ് മിനിറ്റ്. ഇത് കണ്ടോളൂ. ഞാൻ ജസ്റ്റ് തുടങ്ങിയത് കണ്ടോ, തുടങ്ങിയത് ഇന്നിപ്പോൾ മെയ് 27. എൻ്റെ അവിടെ കണ്ടോ, മെയ് 27 ഞാൻ തുടങ്ങിയത്. അത് ഇന്ന് 29. 29 നൈറ്റ്. ഇപ്പം 29 ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, 27 തുടങ്ങി. 2 ദിവസം മുന്നേ ഞാൻ തുടങ്ങിയത്. അപ്പോൾ 2 ദിവസം കൊണ്ട് എൻ്റെ ഏണിങ്സ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ ഏണിങ്സ് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കണ്ടല്ലോ, 2 ദിവസമായിട്ടേ ഉള്ളൂ എൻ്റെ ഏണിങ്സ് കണ്ടോ, എത്രയാണ് ഉള്ളത് കണ്ടോ. സോ 2 ദിവസം കൊണ്ട് ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും ഓട്ടോ ക്ലിക്കർ വെച്ചുകൊണ്ട്. സോ നിങ്ങളൊരു മൊബൈൽ യൂസർ ആണെങ്കിൽ ഓട്ടോ ക്ലിക്കർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓട്ടോ ക്ലിക്കർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓട്ടോ ക്ലിക്കർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട്. ഗൈസ്, ഓട്ടോ ക്ലിക്ക് ഇനേബിൾ ചെയ്തതിനു ശേഷം ഇവിടെ താഴെ മൾട്ടി ടാർഗറ്റ് മോഡ് ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഇനേബിൾ നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാർ നിങ്ങൾക്ക് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാം, മൈനിങ് ബോട്ടിലോട്ട് തന്നെ വരിക. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ആ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തിരിച്ച് നമ്മുടെ മൈനിങ് ബോട്ടിലോട്ട് വരിക. ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോർക്കൊന്നും അതെല്ലാം മിസ്സാവും. ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യുമ്പം ഞാൻ പറയുന്ന ഒരു സെറ്റിംഗ് നിങ്ങൾ ഇനേബിൾ ചെയ്യണം. ഓക്കെ ഇവിടെ നിങ്ങൾക്ക് എത്ര വേണേലും ഇങ്ങനെ ബട്ടൺസ് ഉണ്ടാക്കട്ടോ. അധികം ആക്കരുത്, ഓവറാക്കരുത്. കൂടിപ്പോയ അമൃതം വിഷെന്നാണ്. അത് ഒരു 6 ബട്ടൺ. മിനിമം ഒരു 6 ബട്ടൺ സെറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓർഡർ ഇല്ലാതെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഒരു ഓർഡർ ഉണ്ടാകരുത്. ഓർഡർ ഇല്ലാതെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിനു ശേഷം നിങ്ങൾ സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും, ആൻറ്റി ഡിറ്റക്ഷൻ എന്നൊരു ഓപ്ഷൻ. ഇതാ കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അത് ഇനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോ ക്ലിക്കർ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കിടന്ന് ക്ലിക്ക് ചെയ്യാതെ ഇവിടെ എന്ത് ചെയ്യും, നമ്മളൊരു മനുഷ്യൻ ക്ലിക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവർക്ക് പിടിക്കാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരേ ടൈം ടാപ്പ് ചെയ്യുന്ന ഒരു സ്പാം പോലെ അവർക്ക് ചിലപ്പോൾ സിസ്റ്റം ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർഡർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടാപ്പാന്ന് കാണാൻ പറ്റും. ഇപ്പോൾ പല സ്ഥലത്താണ് ഇപ്പോൾ ടാപ്പാകുന്നത്. നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ കണ്ടാൽ മനസ്സിലാവും. സോ ഇങ്ങനെ നിങ്ങൾ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ഇട്ട് വേറെ പണിക്ക് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോയിൻസ് എങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സോ
സോ ഇതാണ് നമ്മൾ മൊബൈലിൽ ചെയ്യേണ്ടത്. സോ നിങ്ങൾ PC യൂസർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ ഇപ്പോൾ ഓൾറെഡി 15 മിനിറ്റായി. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. സോ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നതാണ് ഇതിൻ്റെ വിഡ്രോവൽസ് കാര്യങ്ങളെല്ലാം. സോ ഇതിലിപ്പം നമ്മളിത് സാധാ ഏണിങ് UPI ലൂട്ട് പോലെ ഉണ്ടാക്കിയ ക്യാഷ് അപ്പം തന്നെ വിഡ്രോ ചെയ്യുക, ആ ഒരു സെക്ഷനല്ല ഇത്. സോ ഈ ഒരു ഇതിലെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മൈനിങ് പ്രൊജക്റ്റുകളില്ലേ, ഇത് നിങ്ങൾ അവരെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം മൈൻ ചെയ്ത് വെക്കുക. അവരെന്ത് ചെയ്യും, ഒഫീഷ്യലി ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യും, ഇതിൻ്റെ വിഡ്രോ എല്ലാം ഓപ്പൺ ആകുമ്പം അറിയിക്കും. ട്വിറ്ററിലോ ഒഫീഷ്യൽ ചാനലിലോ എല്ലാം അറിയിക്കും. സോ അത് അപ്പോഴായിരിക്കും നമ്മളെ വിഡ്രോയിൽ വരുന്നത്. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് പറ്റത്തില്ല, അതുവരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മളെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നമ്മൾ പറയും വിഡ്രോയിൽ എപ്പോൾ ഓപ്പൺ ആകും, ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ടെലഗ്രാം ചാനലിൽ പറയും. സോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മസ്റ്റായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ. ഓക്കെ, സോ അതിൻ്റെ പിന്നെ വിഡ്രോയിൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ ടെലഗ്രാമിലെ വാലറ്റിലോട്ടെല്ലാം വിഡ്രോ അടിക്കാം. അതിലെല്ലാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഡയറക്റ്റ് എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അങ്ങനെ അതിലോട്ട് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ബാങ്കിലോട്ടോ എല്ലാ INR-ലായിട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാ വീഡിയോ എല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ടാപ്പ് ചെയ്താണ് മെയിനായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇവിടെ നിങ്ങൾ റെഫർ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇൻവൈറ്റ് ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് 5000 പോയിൻറ്റ്സ് എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. പിന്നെ ഏണിംഗ് എന്ന ഓപ്ഷൻ ഞാൻ ഓൾറെഡി കണ്ടല്ലോ. പിന്നെ എയർ ഡ്രോപ്പ് ഇതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇത് കമ്മിങ് സൂണാണ്, എയർ ഡ്രോപ്പ് വരുന്നേ ഉള്ളൂ ഹാംസ്റ്ററിൻ്റെ. സോ ഗൈസ് ഇത് യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറയാൻ കാരണം ടെലഗ്രാമിൽ 3 എയർ ഡ്രോപ്പാണ്. ഇപ്പോൾ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനിൽ എന്ത് കാര്യത്തിലായാലും ഒരു ലീഡർ ബോർഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഏതൊരു ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് ഉണ്ടാവും, സെക്കൻഡ് ഉണ്ടാവും, തേർഡ് ഉണ്ടാവും. ഇപ്പോൾ റേസിംഗ് നടക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് ഉണ്ടാവും, സെക്കൻഡ് ഉണ്ടാവും, തേർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ടെലഗ്രാം മൈനിങ് ട്രെൻഡായ ടൈമിൽ 3 ലീഡർ ബോർഡ്, അതായത് ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോഡ് കോയിനാണ് ഈ ഒരു മൈനിങ് കോൺസെപ്റ്റ് ഫസ്റ്റ് ഇറക്കിയത്. ഓക്കെ, അതായത് ഈ ടെലഗ്രാമിലൂടെ മൈൻ ചെയ്യുന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ഇറക്കിയത് നമ്മളെ നോഡ് കോയിനാണ്. സോ ഈ ഒരു നോഡ് കോയിനെ വെട്ടിച്ച് നോഡ് കോയിനായിരുന്നു ഫസ്റ്റ്. ഓക്കെ, സോ ഇപ്പോൾ അതിൻ്റെ ലീഡർ ബോർഡിൻ്റെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോഡ് കോയിൻ സെക്കൻഡാണ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാപ്പ് സ്വാപ്പാണ്. സോ ടാപ്പ് സ്വാപ്പ് ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരും മിസ് ചെയ്തു. കാരണം മെയിൽ ഇത് ലിസ്റ്റ് ആവാനായിട്ട് പോകുന്നത് ടാപ്പ് സ്വാപ്പ്. മെയിൽ ലിസ്റ്റ് ആവില്ല, മെയിൽ ഇപ്പോൾ അടുത്ത എൻഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ. പക്ഷേ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തവർക്ക് ടാപ്പ് സ്വാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു മില്യൺസ് ഓഫ് കോയിൻസ് അവർ ഏൺ ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നോഡ് കോയിൻ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടാപ്പ് സ്വാപ്പാണ്, അത് ഓൾറെഡി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് വരുന്നത് നോഡ് കോയിൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ലിസ്റ്റായി ഓവറായി. തേർഡ് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ബോട്ട്, അതായത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞൊരു ബോട്ട് നമ്മളിപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തേർഡ് വരുന്ന ഈ ഒരു ബോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് എന്ത് ലീഡർ ബോർഡിൽ തേർഡ് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നല്ല രീതിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഓഡിയൻസ് ഇവർക്കുണ്ട്. സോ ഗൈസ് നമുക്ക് മൊബൈൽ പ്ലേയേഴ്സിൻ്റെ ഇത് ഇവിടെ നിർത്താം.